ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആദിത്യ കുക്കറി സ്കൂൾ. ഇന്ന് നമ്മൾ ഒരു ചെട്ടിനാട് ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടത് 1 kg ചിക്കനാണ്. 1 കിലോ ചിക്കനാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ഈ കറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ ചിക്കൻ വാങ്ങിക്കാതിരിക്കുക. 1 കിലോൻ്റെ ചിക്കൻ വാങ്ങിയിട്ട് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ഇതിന് കൂടുതൽ ടേസ്റ്റി ആവാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങ നീര് ഒരെണ്ണത്തിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. ചില ഉപ്പുകളിൽ എന്താ പറയുക 1 ടീസ്പൂൺ കൂടുതലാവും. അങ്ങനെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണ നിങ്ങളുടെ ഉപ്പ് നോക്കിയിട്ട് 1/4 ടീസ്പൂൺ ആക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഈ ചിക്കനിലോട്ടിട്ട് ചെറുനാരങ്ങ നീരും ചേർത്ത് നമ്മളൊരു 1/2 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ചിക്കനിൽ ഉപ്പൊക്കെ നന്നായി പിടിച്ച് വരണം. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയർ ഇതാണ്. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി തിരുമ്മി ഇതൊരു അരമണിക്കൂർ വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി, അങ്ങനെ തന്നെയുള്ള മല്ലി കേട്ടോ, 3 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 16 മുളക്. ഓക്കെ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു വെളുത്തുള്ളി കേട്ടോ, 8 മുതൽ 10 വരെ വെളുത്തുള്ളി എടുക്കാം. കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അത്രയും തന്നെ 1/2 ടീസ്പൂൺ ജീരകം കേട്ടോ. ഇത് സ്റ്റോൺ ഫ്ലവർ ആണ്. ഇതൊരു 2 എണ്ണം എടുക്കാം സ്റ്റോൺ ഫ്ലവർ. ഒരു കഷ്ണം പുളി, നമ്മളുടെ വാളം പുളിയാണ് അത്, ഒരു കഷ്ണം. ഇത് ചിലവർക്ക് പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കുക. പക്ഷേ ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തനത് ചെട്ടിനാട് ചിക്കൻ കറിയുടെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി ചേർക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. 200 ml കപ്പിൽ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയുടെ അളവും മസാലയുടെ അളവും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾക്ക് ഇനി ചൂടായ ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക്, മല്ലി ഇവ ആദ്യം നമുക്കൊന്ന് മറന്നു വരട്ടെ. മല്ലിയും മുളകും ഏകദേശം ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴികെ ബാക്കി എല്ലാം കേട്ടോ. പുളിയും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മളിപ്പോൾ ചേർക്കൂല. ഗ്രൈൻഡ് ചെയ്യണ സമയത്ത് മിക്സിയിൽ ചേർത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുള്ളൂ കേട്ടോ, ഗ്രൈൻഡ് ചെയ്തെടുക്കുകയുള്ളൂ, വറക്കില്ല. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ചേർത്തു. ഈ സ്റ്റോൺ ഫ്ലവർ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിടുക. ഈ സ്റ്റോൺ ഫ്ലവർ എന്താണെന്ന് പലർക്കും ഇതാണ് സംഭവം. ഇതെന്താണെന്ന് എവിടെ വാങ്ങിക്കാൻ കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇത് ആമസോണിൽ, നമ്മളുടെ ഇവിടെ പൊതുവെ കുറവാണ് കിട്ടുക. ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ആമസോണിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പരുവം. നിങ്ങൾ ഇതൊക്കെ വറക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ. ഈ സമയത്ത് ഞാനൊരു ലേശം നമുക്കിത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണൊക്കെ
ഓയിലൊന്ന് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ ഇത് അരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഇത് നന്നായിട്ട് ചൂടാറട്ടെ. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ശരിക്കും കല്ലിൽ വെച്ച് അരച്ചെടുക്കണതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പോൾ ആരുടെ കയ്യിലും അതില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവർ കല്ലിൽ അരച്ചെടുക്കുക. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടാണ് നിങ്ങൾ അരക്കണതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യുക, നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ചെയ്യുമ്പോൾ ഇത്തിരി ബലം വയ്ക്കും. അതിന് ശേഷമാണ് നിങ്ങൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുന്നതാണ്. അതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കും. അപ്പം നമ്മളുടെ മസാല ഞാനിവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അരയ്ക്കാനുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളുടെ പാൻ ചൂടാക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് ഒരു തണ്ട് കറിവേപ്പില എടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, ഒരു കഷ്ണം ഇതുണ്ടോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ 3 പീസ് പട്ട, ഒരു 5 ഗ്രാമ്പു, ബേ ലീഫ് 2 ബേ ലീഫ്, ഒരു 20 ചെറിയുള്ളി, അതുപോലെ തന്നെ 20 വെളുത്തുള്ളി. ഇത് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് 2 തക്കാളി, ഇത്രയാണ് വേണ്ടത്. തക്കാളി നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ ഉലുവ ഇതെല്ലാം ജീരകം പെരുംജീരകം എല്ലാനും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടണം. അപ്പോൾ ഓക്കെ, നമ്മൾ ആ പുളി ചേർക്കണത് കൊണ്ടാണ് ഇതിലേക്ക് ഉലുവ ചേർക്കണത്. അപ്പോൾ നിങ്ങൾ പുളി ഒഴിവാക്കണ ആൾക്കാർ ഉലുവ ചേർക്കണമെന്നില്ല. ഓക്കെ, ഈ മസാലകൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. അതാണ് നമുക്ക് ആ കറിക്ക് ഒരു ഫ്ലേവർ വരണത്. ഓക്കെ, ഇതാ ബേ ലീഫ് ഒന്ന് ചെറുതായിട്ട് ഇതാക്കി കൊടുക്കാം. ഓക്കെ, ഈ ഉലുവയും ജീരകമൊക്കെ ഒന്ന് പൊട്ടണ സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മളുടെ ജീരകമൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന് വരണം. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മളുടെ ഉള്ളി കണ്ട ഏകദേശം ഈ ലൈറ്റ് മെറൂൺ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം. ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കണം തക്കാളി ചേർത്ത് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പം തക്കാളിയും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, അതായത് ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അത് പിടിക്കാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഞാൻ ഈ മസാല അരച്ച മസാല അല്ലെങ്കിൽ അരപ്പ് നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഒരു 3 മിനിറ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച്, വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് തിള വരുമ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ വെള്ളം വന്നോളും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നിങ്ങളിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം.
5 മിനിറ്റ് ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മൂടി വെച്ച് ഈ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ വറുത്ത മസാല മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ അരച്ചെടുത്താൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും, വെള്ളം ചേർക്കാതെ തന്നെ. അതുപോലെ കല്ലിൽ അരക്കണവർ വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാം. അപ്പം നല്ല ബ്രൗൺ കളറിൽ നമുക്ക് ഈ ഗ്രേവി കിട്ടും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അരച്ചതിന് ശേഷം കാണിച്ചു തരാം. വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരിക. നമ്മൾ എന്തായാലും ഗ്രേവിയിൽ വെള്ളം ചേർക്കും, പക്ഷേ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല കളറായിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ, കുറച്ചുകൂടെ അരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം കേട്ടോ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാണ്ടും അരച്ചെടുക്കാം. ഓക്കെ, ഞാനിത് ഇവിടെ മിക്സിയിൽ നമ്മളുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കന് ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരിക. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം ഈ മസാല ഇതിലേക്ക് ചിക്കൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ പാകം എന്ന് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് ഈ മസാല ഒന്ന് ലൂസാക്കിയിട്ട് ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കൻ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇത് വെള്ളം ചേർക്കാണ്ട് നിങ്ങൾ അരക്കണമെങ്കിൽ നേരെ ഈ അരപ്പ് ഇതിലോട്ട് ഇടാം. അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് കറി നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം ഈ അരപ്പ് ചേർക്കുക. അപ്പം നല്ല ബ്രൗൺ കളറായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. നന്നായി തിള വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി ചിലർക്ക് ചാറ് വേണമെന്നുണ്ടാവും. അപ്പോൾ പാകത്തിനാക്കി എടുക്കുക. ഇനി ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഗ്രേവി ഏതാണോ പാകം ആ ഒരു അളവ് വരുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യാം. എരിവ് കുറവാണെന്ന് തോന്നുന്നവർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ എരിവ് കിട്ടും. കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കണമെങ്കിൽ ലേശം മുളക് പൊടി ഇതിലിടാം. അപ്പോൾ കുറച്ച് കളറായിട്ടിട്ടും ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പിൽ എന്തെങ്കിലും പോരാഴിക വരണുണ്ടെങ്കിൽ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിലർ മല്ലിയില ഇടണവരുണ്ട്. മല്ലിയില വേണമെങ്കിൽ ലാസ്റ്റ് ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിതിനി ഇപ്പോൾ ഇത് നന്നായി തിള വന്നിട്ടുണ്ട്. ഞാനിനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പോകണേണ്. ഇനി കറക്റ്റ് പാകമായതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആവാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഈ സമയത്ത് തൂവി